പശ്ചിമേഷ്യൻ യുദ്ധത്തിന് താൽക്കാലികമായ ഒരു വിരാമമുണ്ടായി, വലിയ ആശ്വാസം. പക്ഷേ ഈ ഇറാനെതിരെ ആക്രമണം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഇസ്രയേൽ ലെബനനിൽ ഒരു കരയാക്രമണം തുടങ്ങിയിരുന്നു. അവിടെ ഇറാൻ്റെ പ്രോക്സി എന്ന് ഇസ്രായേൽ പറയുന്ന ഹിസ്ബുള്ളക്കെതിരെയാണ് വ്യാപകമായ ആക്രമണം അവിടെ നടത്തുന്നത്. കരയാക്രമണവും വ്യോമാക്രമണവും ഒരേ സമയം നടത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇറാനെതിരായ ആക്രമണം അമേരിക്കയും ഇസ്രായേലും നിർത്തിയെങ്കിൽ കൂടിയും ലെബനനെതിരായ ആക്രമണം, ലെബനനിലെ ഇസ്രായേലിൻ്റെ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. അവിടെ 100-ലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇറാൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം, ലെബനനിൽ ആക്രമണം തുടരുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ കരാറിനകത്ത് അത് ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് ലെബനിലെ ആക്രമണം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ട്രംപ് പറയുന്നത് അത് ഈ കരാറിൻ്റെ പുറത്തുള്ള കാര്യമാണ്. അത് ഇറാനും അല്ലെങ്കിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട കരാറുകളിൽ എവിടെയും ലെബനൻ്റെ കാര്യമില്ല, അത് ഇസ്രായേലും ലെബനനും തമ്മിലുള്ള പ്രശ്നം, അത് അവർ തീർത്തോട്ടെ എന്നാണ് പറയുന്നത്. അപ്പം ഈ ലെബനൻ്റെ കേസിൽ എന്താണ് ഇസ്രായേലും അമേരിക്കയും കാണുന്നത്? ഇറാന് എന്ത് ചെയ്യാൻ കഴിയും ലെബനനിലെ ആക്രമണം നിർത്തുന്ന കാര്യത്തിൽ എന്നുകൂടി സംസാരിക്കുകയാണ്. ജിംസ്, ഇപ്പോൾ കരാറിന് പുറത്താണ് എന്ന് ട്രംപ് പറയുമ്പോൾ ലെബനൻ്റെ കാര്യത്തിൽ ഇറാന് ഇപ്പോൾ ഒരു സമ്മർദ്ദ ശക്തിയാകാൻ കഴിയുന്നൊരവസ്ഥയുണ്ടോ? ഇല്ല, അങ്ങനെ സമ്മർദ്ദ ശക്തിയാകാൻ കഴിയില്ല. അതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഇസ്രായേൽ ഏതെങ്കിലും യുദ്ധം തോറ്റിട്ടുണ്ടെങ്കിൽ അത് ഹിസ്ബുള്ളയോടാണ്. ഹിസ്ബുള്ളയോടാണ് യുദ്ധം തോറ്റു. ഇപ്പോൾ ഗസ യുദ്ധം ഇസ്രായേൽ തോറ്റെന്ന് വെച്ചാൽ അങ്ങനെ തോറ്റു എന്ന് പറയാൻ പറ്റില്ല. അവർ കുറേ അധികം ആളുകളെ കൊന്നു, ഹമാസിനെ അവർ യുദ്ധത്തിൻ്റെ ലക്ഷ്യം നേടിയിട്ടില്ല എന്നുള്ളത്. പക്ഷെ തോക്കുക, ഔപചാരികമായി തന്നെ ഒരു യുദ്ധം തോറ്റിട്ടുള്ളത് ഹിസ്ബുള്ളയോടാണ്. അപ്പോൾ ഹിസ്ബുള്ളയോട് തോറ്റു എന്നുള്ളതും അതും ഹിസ്ബുള്ള അവരുടെ ഒരു അതിർത്തിയിൽ അവർ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സദേൺ ലെബനാനിൽ അവർ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നുള്ളതും ഇസ്രായേലിനെ സംബന്ധിച്ച് ആലോചിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഇറാൻ എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലത്താണുള്ളത്. ഇറാനുമായി സഖ്യമുള്ള ഒരു സൈന്യം, ഒരു അനൗപചാരിക സൈന്യം തങ്ങളുടെ അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഹിസ്ബുള്ള ഏത് വിധേനയും തകർക്കുക എന്നുള്ളത് ഇറാനെ തോൽപ്പിക്കുന്നത് പോലെ തന്നെ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായി അവരെന്തൊക്കെ ചെയ്തപ്പോൾ അവരുടെ തലവനെ തന്നെ വധിക്കുന്നു, പ്രധാനപ്പെട്ട കമാൻഡർമാരെ വധിക്കുന്നു. ഈ ഹിസ്ബുള്ള വേട്ട എന്ന പേരിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തന്നെ തകർത്ത് കളയുന്നു. നമുക്കറിയാം, പേജർ സ്ഫോടനമൊക്കെ ഓർമ്മയുണ്ട്. ഇപ്പോൾ അവർ ചെയ്യുന്നത്, ഇപ്പോൾ ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദൂതനയക്കലാണ്. ഫോൺ പോലും അവർ ഉപയോഗിക്കുന്നില്ല. ഫോൺ പോലും ഉപയോഗിക്കാതെ ദൂതനയക്കുകയാണ് ചെയ്യുന്നത്. കൊറിയർ അയക്കുക, അല്ലെങ്കിൽ ഈ മറ്റു ഭാഷകളിൽ, കോഡ് ഭാഷകളിൽ പേപ്പറിൽ എഴുതി കൈമാറുക, അങ്ങനെയൊക്കെയുള്ള അതാണ് ചെയ്യുന്നത്. കാരണം അത്രമാത്രം എന്താണ് ഇസ്രായേലിൻ്റെ സ്പൈ നെറ്റ്വർക്ക് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ശൃംഖല തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി എന്തുപയോഗിച്ചാലും അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന വിധം കേപ്പബിളാണ് അവർ, ഇസ്രായേൽ എന്നതാണ് എൻ്റെ ഏറ്റവും പ്രശ്നം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരുടെ തലവനെ വധിച്ചിട്ടും ഇത്ര നാളായിട്ടും അത് ആരാണ് പുതിയ തലവൻ എന്ന് അറിയില്ല. ഇപ്പോൾ തലവൻ്റെ സഹായിയെ ഇന്ന് വധിച്ചിട്ടുണ്ട്, പക്ഷെ തലവൻ ആരാണെന്ന് അറിയില്ല എപ്പോഴും. മറ്റൊന്ന്, അവരുടെ പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറൊക്കെ തകർത്തു എന്ന് പറയുന്നു. ഈ ഹിസ്ബുള്ള വേട്ടയാടുന്നതിൻ്റെ പേരിൽ സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു ധാരാളമായി. ഇന്ന് നടന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനെക്കുറിച്ച് ഇസ്രായേലിന് അവരുടേതായ ഒരു തിയറിയുണ്ട്. ഇപ്പോൾ ഈ ഖാൻ യൂനിസ് ആക്രമണം, ഗസയിൽ ഖാൻ യൂനിസ് ആക്രമണത്തോടാണ് ഇതിനെ താരതമ്യം ചെയ്യുന്നത് പലരും. ഖാൻ യൂനിസ് ആക്രമിക്കുന്നത്, ഖാൻ യൂനിസ് എന്ന് പറഞ്ഞാൽ വലിയ സിവിലിയൻ കേന്ദ്രമാണ്, അഭയാർത്ഥികൾ വന്ന് താമസിച്ചിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്തിനാക്രമിക്കുന്നത് വെച്ചാൽ അവിടെ ഹമാസ് ഉണ്ടായിട്ടല്ല ആക്രമിക്കുന്നവർ. സിവിലിയൻസിനെ കൊല്ലുന്നത് ഈ ഹമാസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുന്നതിൻ്റെ ഭാഗമായിട്ടേ അല്ല, ശത്രുവിനെ ചകിതരാക്കുക എന്നുള്ളതാണ് അവരുടെ രീതി. ഇപ്പോൾ ഇന്നലത്തെ ആക്രമണം 100-200 പേര് മരിച്ചിട്ടുണ്ട്. ആക്രമണങ്ങളും ഹിസ്ബുള്ളയുടെ ആളുകളെ കൊല്ലുക എന്നുള്ളതല്ല ലക്ഷ്യം, സാധാരണക്കാരെ കൊന്നുകൊണ്ട് ശത്രുവിനെ, എനിമിയെ ചകിതരാക്കുക. അതാണ് അവരുടെ ഒരു തിയറി, അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തലവനില്ലാതെ ഹിസ്ബുള്ള ഏതാണ്ട് തീർന്നു എന്നാണ് എല്ലാവരും കരുതിയത് 2024 ആക്രമണം, 24-25 ഘട്ടങ്ങളിലെ ആക്രമണത്തിൽ. പക്ഷേ ഇപ്പോഴും എന്താണ് ഇസ്രായേൽ ചെയ്തുകൊണ്ട്, ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധം ആരോടാണ്? ഹമാസിനോടല്ല, ഹിസ്ബുള്ളയോടാണ്. ഈ ഇറാൻ ആക്രമണം, ഇറാനിൽ അമേരിക്ക US സംയുക്ത ആക്രമണം നടക്കുന്ന സമയത്ത് അവർ അതേ സമയം തന്നെ ഹിസ്ബുള്ളയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഹിസ്ബുള്ള തീർന്നോ? ഹിസ്ബുള്ള ഇപ്പോഴും ഉണ്ടോ? അതായത് നമ്മൾ ആയത്തുള്ള അലി ഖാംനെയെ വധിച്ചതിന് ശേഷം ഇറാൻ എങ്ങനെയാണോ തിരിച്ചടിച്ചത്, സമാനമായ രീതിയിൽ തന്നെയാണ് ലെബനാനിൽ ഹിസ്ബുള്ളയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ മാത്രമല്ല ആക്രമണം നടന്നത്, ലെബനാൻ ഗവൺമെൻറ് തന്നെ അവരെ ഡിസാം ചെയ്യാം എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവിടുത്തെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചതാണ്. ലെബനാൻ്റെ സായുധ സോവറിനിറ്റി, സോവറിനിറ്റി സൈന്യത്തിനായിരിക്കും, മറ്റാർക്കും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ള ആയുധം താഴെ വയ്ക്കണമെന്നാണ് പറഞ്ഞതിന് പച്ച മലയാളം. പക്ഷെ അവർ ആയുധം താഴെ വയ്ക്കുന്നില്ല, അവരിപ്പോഴും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു കാരണവശാലും ഈ ഇറാൻ സമാധാന കരാറിൽ ലെബനാൻ വരിക അവർക്ക് സ്വീകാര്യമേ ആവില്ല. അതുകൊണ്ടാണ് ട്രംപും അത് വാശി പിടിക്കുന്നത്.
പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഹിസ്ബുള്ള വളരെ നിർണായകമായ ഒരു ഗ്രൂപ്പാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇറാനും ലബനാനും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ഹിസ്ബുള്ളയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഇടനാഴിയായിരുന്നു സിറിയയിൽ ബഷാർ അൽ അസദ് നിലനിൽക്കുന്നതുകൊണ്ടാണ് ആ ഇടനാഴി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ല സിറിയയിൽ ഇറാൻ്റെ ഇൻ്റലിജൻസ് സൈനിക ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചിരുന്നു. സിറിയയിൽ ബഷാർ അൽ അസദ് തുടരുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനാണ് ഭീഷണി. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ലബനാനിലേക്കുള്ള ഒരു പ്രധാന കോറിഡോറായി സിറിയ മാറിയിരുന്നു. അവിടെ ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പ്രിയങ്കരനായ എന്ന് പറയാവുന്ന ഒരാളെ കൊണ്ടുവന്ന ഒരു പ്രതിഷ്ഠിക്കുക, ബഷാർ അൽ അസദിനെ അട്ടിമറിച്ച് അങ്ങനെ ഒരാളെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഇറാന് ലബനാനുമായോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുമായിട്ടുള്ള ആ കണക്ഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ്, ഈ കണക്ഷൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഹിസ്ബുള്ളയെ അടിച്ച് തീർക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഹിസ്ബുള്ളക്കെതിരെയുള്ള ആക്രമണം നിർത്തണം എന്ന ഇറാൻ്റെ ഉപാധി അംഗീകരിച്ചാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അത് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം ഒരു വശത്ത് ഹമാസ്, മറുവശത്ത് ഹിസ്ബുള്ള. ഹമാസ് ഇനി ഏത് സമയത്തും റിജുവിനേറ്റ് ചെയ്ത് വരാം. അവരെ തീർത്തു എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. അവർ എപ്പോഴാണ്, ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം, 20 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം അവർ തിരിച്ചു വരും. അതേപോലെ തന്നെ ഹിസ്ബുള്ളയും അവരുടെ തലവനെ വധിച്ച ശേഷവും അവർ തിരിച്ചു വന്നേക്കാം. ഇസ്രായേലിൻ്റെ നിലനിൽപ്പ്, ഇസ്രായേലിൻ്റെ പെർസ്പെക്റ്റീവ് ചിന്തിക്കുമ്പോൾ, ഇസ്രായേലിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് 2 ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്തു, രണ്ടുപേരും അവർ വീണ്ടും ഞങ്ങളെ ആക്രമിക്കുകയാണ്. ഇപ്പോൾ ഇറാൻ ഡീലിൻ്റെ ഭാഗമായി അവർക്കെതിരായിട്ടുള്ള ആക്രമണം കൂടി നിർത്താം എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് അപകടകരമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് അപകടകരമാണെങ്കിൽ ട്രംപും അംഗീകരിക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ ഇന്നലെ ദാവൂസായി പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു എന്താണ് ഈ ടോക്ക് ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുമെന്ന് പറഞ്ഞില്ലേ, ഈ അനന്തമായി നീണ്ടുപോകാനുള്ള ഒരു കാരണം ഹിസ്ബുള്ളയാവാനാണ് സാധ്യത. ഈ ലബനൻ്റെ കാര്യത്തിൽ ഇസ്രായേലിൻ്റെ താല്പര്യം എന്താണ്? അപ്പോൾ ഇറാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹിസ്ബുള്ളയും ലബനെയും രക്ഷിക്കാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടോ? ഈ ലബനൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു ചെറിയ രാജ്യമാണ്. 50 ലക്ഷത്തിന് താഴെയാണ് അവിടുത്തെ ജനസംഖ്യ. നമ്മുടെ മലപ്പുറം ജില്ലയെ ഓർത്താൽ മതി. മലപ്പുറം ജില്ലയിലുള്ള ഇത്രയും ജനസംഖ്യ ഒരു പ്രദേശം, അത്ര ഒരു പ്രദേശമാണ്. അവിടെയുള്ളൊരു സംഘടനയാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത്. ഹിസ്ബുള്ള എന്ന് പറയുമ്പോൾ ആളുകൾ എന്തോ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഒരു ഈ പറയുന്ന ലെഫ്റ്റ് ലിബറൽ എക്കോസിസ്റ്റത്തിൽ അതെന്തോ ഒരു അപരിഷ്കൃതമായിട്ടുള്ള ഒരു ഒരു തീവ്രവാദികളായിട്ടുള്ള കുറേ ഒരു ആൾക്കൂട്ടാണെന്ന് വിചാരിക്കുക. അത് ലബനനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അവർക്ക് ഇപ്പോൾ ഈ സംസാരിക്കുന്ന നിമിഷവും പാർലമെൻറ്റിൽ 15 അംഗങ്ങളുണ്ട്. അവരൊരു പൊളിറ്റിക്കൽ കോalition, മാർച്ച് 6 കോalition എന്ന് പറയുന്ന ഒരു സഖ്യത്തിൻ്റെ ഭാഗമാണ്. ആ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ഏതാണെന്നറിയോ? ഫ്രീ പാട്രിയോട്ടിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന മിഷേൽ ഓൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മാറനൈറ്റ് ക്രിസ്ത്യൻ പാർട്ടിയാണത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷി സോഷ്യലിസ്റ്റ് നാഷണലിസ്റ്റ് പാർട്ടിയാണ്, അവിടുത്തെ ലെഫ്റ്റ് ലിബറൽ പാർട്ടിയാണത്. പിന്നെ വേറൊരു ക്രിസ്ത്യൻ പാർട്ടിയാണ്. നമ്മുടെ ഇവിടെയുള്ള ഈ ക്രിസംഖികളൊക്കെ ഹിസ്ബുള്ള ഇടിച്ചു പാടമാക്കി ഇതൊക്കെ പറഞ്ഞ് ആഘോഷിക്കുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട സഖ്യകക്ഷി അവിടുത്തെ പ്രധാന ക്രിസ്ത്യൻ വിഭാഗമായുള്ള മാറനൈറ്റ് ക്രിസ്ത്യൻസാണ് അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ളത്. അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, അതൊരു സോഷ്യൽ സർവീസ് വിങ് ആണ്. ഹിസ്ബുള്ളയെക്കുറിച്ച് സാധാരണ പൊളിറ്റിക്കൽ അനലിസ്റ്റുകൾ നടത്തുന്നൊരു പ്രയോഗമുണ്ട്. എന്താണ് സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ് എന്നാണ് പറയുക. അത്രയും വലിയ സംവിധാനങ്ങൾ, സ്വന്തമായിട്ട് ടെലിവിഷൻ ചാനലുള്ള, റേഡിയോ സ്റ്റേഷൻസുള്ള, മ്യൂസിക് പ്രൊഡക്ഷൻ ഹൗസുള്ള, ഹോസ്പിറ്റൽ നെറ്റ്വർക്കുകളുള്ള അതിവിപുലമായിട്ടുള്ളൊരു സംവിധാനമാണത്. അതിനകത്ത് ഈവൻ അവരുടെ ഒരു റെസിസ്റ്റൻസ് തീം പാർക്ക് വരെ ഉണ്ട്. ലബനനിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള റെസിസ്റ്റൻസ് തീം പാർക്കാണ്. അങ്ങനെ പോകുന്ന ഈ ലബനനിലെ ഏറ്റവും വിപുലമായിട്ടുള്ള മൈക്രോ ഫിനാൻസ് നെറ്റ്വർക്ക് അൽ ഖർൽ അൽ ഹസൻ എന്ന് പറയും, അത് ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ളതാണ്. അപ്പോൾ ലബനീസ് ജീവിതത്തിൻ്റെ അതിനെക്കുറിച്ച് പറയാൻ ഇറ്റ്സ് നോട്ട് എ പാർട്ടി, ഇറ്റ്സ് എ സോഷ്യൽ എക്കോസിസ്റ്റം എന്നാണ് ഹിസ്ബുള്ളയെക്കുറിച്ച് പറയുന്നത്. ലബനീസ് ജീവിതത്തിൻ്റെ എല്ലാ അടരുകളിലും സ്വാധീനമുള്ള അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫോഴ്സാണ്, ആ സൊസൈറ്റിയുടെ ഭാഗമായുള്ള സംഗതിയാണ്. അപ്പോൾ അതിലൊന്നാണ് ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ മിലിറ്ററി വിങ് എന്ന് പറയുന്നത്. അവരാണ് ഇസ്രായേലുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേൽ അധിനിവേശം ചെയ്ത ഒരു ഭൂപ്രദേശത്ത് നിന്ന് സൈനിക നടപടിയിലൂടെ സൈനികമായ പരാജയം കാരണം പിന്മാറിയ ഒരേ ഒരു സ്ഥലം അത് ലബനനാണ്. 1982 മുതൽ 2000 വരെ ഇസ്രായേൽ അധിനിവേശത്തിലായിരുന്നു ഈ സൗത്ത് ലബനാൻ. ഒരു കാര്യം കൂടെ മനസ്സിലായി, ഹിസ്ബുള്ള രൂപീകരിക്കുന്നത് എന്തിനാണെന്നറിയോ? സൗത്ത് ലബനാനിലെ ഇസ്രായേലിൻ്റെ അധിനിവേശം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. 82 തന്നെയാണ് ഇത് രൂപീകരിക്കപ്പെടുന്നത്. 82 വളരെ കുപ്രസിദ്ധമായുള്ള സബ്ര ഷാത്തില മാസക്കർ ഉണ്ട്. 2 ദിവസം കൊണ്ട് 3500 ഫലസ്തീനികളെ ബെയ്റൂത്തിലെ 2 ക്യാമ്പുകളായിട്ട് കൊന്നുകളഞ്ഞ് അതിന് നേതൃത്വം കൊടുത്ത് ഏരിയൽ ഷറോൺ എന്ന് പറയുന്ന അന്ന് ഡിഫൻസ് മിനിസ്റ്റർ, പിന്നീട് അങ്ങനെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററൊക്കെ ആയി. അപ്പോൾ അത്രയും അങ്ങനൊരു ചരിത്രം അവിടെ ഉണ്ട്.
ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടന, അതും എഗൻ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങി തിയറി ഉണ്ടല്ലോ, അത് പ്രകാരവും ശരിയാവില്ല. കാരണം ഹിസ്ബുള്ള രൂപീകരിക്കപ്പെടുന്നത് തന്നെ എന്തുകൊണ്ടാണ്? ഇസ്രായേൽ വന്ന് ലെബനോൻ്റെ സൗത്ത് ലെബനൻ അധിനിവേശം ചെയ്തുകൊണ്ടാണ്. ലിഥാനി പുഴയ്ക്കപ്പുറമുള്ള ലെബനോൻ പ്രദേശങ്ങൾ ഞങ്ങളുടെ ബഫർ സോണായിരിക്കണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ മിലിറ്ററി സ്ട്രാറ്റജി. അപ്പോൾ ആ പ്രദേശം, അതാണ് സൗത്ത് ലെബനോൻ എന്നറിയപ്പെടുന്ന പ്രദേശം. അവിടെ ഇസ്രായേൽ അധിനിവേശം ചെയ്തുകൊണ്ട് ആ അധിനിവേശം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് രൂപീകരിക്കപ്പെട്ട ഒരു ഫോഴ്സാണ്, ഒരു സംഘമാണ് ഹിസ്ബുള്ള. ലേറ്റർ ഓൺ അവർ ഡെവലപ്പ് ചെയ്തു. അവർ സോഷ്യൽ സർവീസിലേക്കും ഈ NGO നെറ്റ്വർക്കിലേക്കും മാധ്യമ വിഭാഗത്തിലേക്കും പൊളിറ്റിക്കൽ ആക്ടിവിസത്തിലും 1982 രൂപീകരിക്കപ്പെട്ടതെങ്കിലും 92 അവർ ആദ്യമായിട്ട് ഇലക്ഷനിൽ പങ്കെടുക്കുന്നത്. ആ സമയം തന്നെ അവർക്ക് 8 സീറ്റുകൾ അവർ വിജയിക്കുന്നുണ്ട്. ദെൻ അവർ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. നിരവധി തവണ അവർ കോലീഷൻ പാർട്ട്ണറായിരുന്നു, ഭരണ മുന്നണിയുടെ ഭാഗമായിരുന്നു, സ്പീക്കറായിട്ടുണ്ട്. 1/2 ഡസനോളം ക്യാബിനറ്റ് മന്ത്രി പദവികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 2026 ഇപ്പോൾ ഞാൻ പറഞ്ഞു അഗൈൻ അവർക്ക് 15 അംഗങ്ങളുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവിടുത്തെ കെയർടേക്കർ ഗവൺമെൻറ് എടുത്തൊരു തീരുമാനം, ഈ കഴിഞ്ഞ മാർച്ച് 2-ാം തീയതി എടുത്തൊരു തീരുമാനം ഹിസ്ബുള്ളയുടെ ആംഡ് വിങ്ങിനെ നിരോധിച്ചു നിയമപരമായിട്ട്. അതിൻ്റെ കാരണം വെച്ചാൽ ലെബനന് മേൽ പല തോതിലുള്ള ഇൻ്റർനാഷണൽ പ്രഷേഴ്സ്, യൂറോപ്യൻ യൂണിയൻ, ഫ്രാൻസ്, അമേരിക്കയുടെ പ്രഷർ, നിങ്ങൾക്കുള്ള പൈസ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം ശരിയായ വിധത്തിൽ പോകണമെങ്കിൽ ഹിസ്ബുള്ളയെ ഒഴിവാക്കണം എന്നുള്ളൊരു കർശനമായിട്ടുള്ള പ്രഷർ അന്താരാഷ്ട്ര സമൂഹം അല്ലെങ്കിൽ വെസ്റ്റേൺ പവേഴ്സ് വെച്ചു. അങ്ങനെ അവർ നിയമപരമായിട്ട് ഹിസ്ബുള്ളയെ മൊത്തം നിരോധിക്കാൻ പറ്റില്ല. ഹിസ്ബുള്ളയുടെ ആംഡ് വിങ്ങിനെ നിരോധിച്ചു. അപ്പം കുറിച്ച് ഹിസ്ബുള്ളയെ നേരത്തെ ഞങ്ങൾക്ക് ആംഡ് വിങ്, പൊളിറ്റിക്കൽ വിങ്, 2 വിങ്ങൊന്നുമില്ല, ഞങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ ടെക്നിക്കലി അവരത് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഹിസ്ബുള്ള എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലെയറാണ് ഈ ലെബനീസ് സൊസൈറ്റിയിൽ. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു തലവേദനയാണ്. കാരണം ആംസ് ലെങ്ത്തിൽ ഒരു ശത്രുവോട് നിൽക്കുകയാണ്. അവർക്ക് എപ്പോഴും വേണമെങ്കിൽ ഹൈഫയിലേക്ക് മിസൈലേക്കാം, നഹാരിയിലേക്ക് മിസൈലേക്കാം. ഇസ്രായേലിൻ്റെ സദേൺ ഫ്രണ്ട് അതെപ്പോഴും വലട്ടയിലായി നിൽക്കുകയാണ്. ഇസ്രായേലിൻ്റെ നോർത്തേൺ ഫ്രണ്ട്, അവിടുത്തെ ലെബനൻ്റെ സദേൺ ഫ്രണ്ട് എന്നുള്ള ആക്രമണങ്ങൾ വരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനെ തകർക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ വർഷം അവർ പരമാവധി ശ്രമിച്ചത്. ഗംഭീരമായ, അവരുടെ ഭാഷയിൽ ഗംഭീരമായ ആക്രമണം നടത്തി അവരുടെ ഹെഡിനെ തന്നെ വധിച്ചു. പക്ഷേ ഇപ്പോഴും അതങ്ങനെ നിലനിൽക്കുകയാണ്. ഇറാൻ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ എഗൻ ഹിസ്ബുള്ളക്ക് നേരെയുള്ള ആക്രമണം ഇസ്രായേൽ ശക്തിപ്പെടുത്തി. അപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ പാകിസ്ഥാൻ്റെ മധ്യസ്ഥയിൽ ഒരു ധാരണയിലെത്തിയിട്ട് യുദ്ധം അവസാനിപ്പിക്കുന്നു. പക്ഷേ ആ യുദ്ധം അവസാനിപ്പിക്കുന്ന അതേ ദിവസം തന്നെ ഇസ്രായേൽ എന്ത് ചെയ്യുന്നു? ലെബനിലേക്ക് വലിയ തോതിൽ ആക്രമണം, ഒറ്റ ദിവസം തന്നെ 100 കണക്കിന് ആളുകളെ കൊന്നുകളയുന്നു. അപ്പോൾ അത്തരമൊരു സന്ദർഭത്തിൽ ഞങ്ങൾ യുദ്ധം നിർത്തി, ഞങ്ങൾ മാറി നിൽക്കുകയാണെന്ന് പറയാൻ ധാർമ്മികമായി ഇറാന് പറ്റില്ല. കാരണം ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയാണ്. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്, പ്രതിരോധ അച്ചുതണ്ടിലെ പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയാണ്. അപ്പോൾ അവരെ കൈവിട്ട് കളയുന്നു എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികമായും രാഷ്ട്രീയമായും പ്രതിസന്ധിയാണ്. അതുകൊണ്ടാണ് അബ്ബാസ് അറഗാച്ചിയും അവിടുത്തെ പാർലമെൻറ്റ് സ്പീക്കറും അവർ എക്സിൽ കുറച്ച് മുമ്പ് പോസ്റ്റ് ചെയ്ത പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തു. അവരെന്താണ്, ഇസ്ലാമാബാദിൽ നാളെ മുതൽ നടക്കാൻ പോകുന്ന ചർച്ചയെക്കുറിച്ചായിരുന്നു അവർ പോസ്റ്റ് ചെയ്തിരുന്നത്. അതൊരു ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ ആ ചർച്ച നടക്കുമെന്ന് പോലും നിശ്ചയമില്ല. ഹോർമുസിൽ ഇനി കപ്പലുകൾ നീങ്ങില്ല എന്ന് അവരിൽ പലരും പറഞ്ഞു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ സീസ് ഫയർ പാക്റ്റിൻ്റെ ഭാഗമായിട്ട് എന്താണ്, ഇസ്രായേലിൻ്റെ ലെബനീസ് ആക്രമണം കൂടെ അതിൻ്റെ ഭാഗമാക്കണം എന്നുള്ളതാണ് ഇറാൻ്റെ ആവശ്യം. അതൊരു അനദർ സ്കീമിഷ് എന്നുള്ളതാണ് ഇയാൾ പറഞ്ഞത്. അത് വേറെന്തൊരു അടിപിടിയാണ് എന്നുള്ള നിലക്കാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇറാൻ അതിൽ ഉറച്ചു നിൽക്കാനേ പറ്റുകയുള്ളൂ. കാരണം അതിലൊരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയെ കൈവച്ച് തങ്ങൾ ഈ പരിപാടി നിർത്തുകയാണെന്ന് പറഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് ഇതിലെന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എഗൻ നമുക്ക് ഓയിൽ പ്രൈസ് താഴ്ന്നുകൊണ്ടിരുന്ന ഓയിൽ പ്രൈസ് എഗൻ കയറാൻ തുടങ്ങി. ഹോർമുസ് ഞങ്ങൾ വീണ്ടും പഴയപടിയാക്കുകയാണെന്ന് ഇറാൻ പറയുന്നു. എണ്ണവില കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ വൊലറ്റൈലായ അപകടകരമായ സിറ്റുവേഷനിലേക്കാണ് പോവുക. അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിനെയോ അമേരിക്കയെയും സമ്മർദ്ദത്തിലാക്കി ലെബനനെതിരായ ഒരുപക്ഷെ ഇസ്രായേൽ അങ്ങനെയായിരിക്കും കാണുന്നുണ്ടാവുക. ഈ ലെബനനെതിരായ ആക്രമണം നിർത്തേണ്ടി വരും എന്ന് കണ്ടിട്ടായിരിക്കും കിട്ടിയ സമയം വെച്ച് പരമാവധി ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് വ്യാപകമായ ആക്രമണം. അങ്ങനെ മിലിറ്ററി ടാർഗറ്റുകളൊന്നുമല്ല, അവിടുത്തെ സിവിലിയൻ കേന്ദ്രങ്ങളിലും എല്ലായിടത്തും കൊണ്ടുപോയി ബോംബിടുകയാണ്. അതുകൊണ്ടാണ് വലിയ തോതിലുള്ള മരണം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരുപക്ഷെ അത് നിർത്തിയേക്കാം. എനിവേ ഇതൊരു ഡെഡ് ലോക്കിലെത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇസ്ലാമാബാദ് ടോക്ക് വരെ നാളെ നടക്കാനിരിക്കുന്ന സംഭാഷണം വരെ നടക്കുമോ എന്ന സംശയത്തിലാണ് നിൽക്കുന്നത്. യെസ്, അപ്പോൾ ഹോർമുസിന്മേലുള്ള കൺട്രോൾ വെച്ച് ഈ ലെബനനിൽ ഇപ്പോൾ നടക്കുന്ന ആക്രമണം കൂടി നിർത്താൻ ഇറാന് കഴിയുമോ എന്നതാണ് ചോദ്യം. കാത്തിരുന്ന് കാണാം.